നമസ്കാരം, ഗുഡ് മോർണിംഗ് എവരിബഡി. കോഫി വിത്ത് കാൻഡിഡേറ്റ്സ് എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഡോക്ടർ പ്രജീഷ് VP അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത്. അദ്ദേഹം വടക്കാഞ്ചേരി ബ്ലോക്ക് ഡിവിഷനിൽ ഒരു സ്ഥാനാർത്ഥിയാണ്, LDFൻ്റെ. സ്വാഗതം. നമസ്കാരം. കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് ഡിസംബർ 11-ന്. അതുപോലെ അതിൽ താങ്കൾ വടക്കാഞ്ചേരി പഞ്ചായത്തിൻ്റെ, അതായത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആറ്റൂർ ഡിവിഷനിലൊരു സ്ഥാനാർത്ഥിയാണ്. എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങളൊക്കെ, എങ്ങനെ പോകുന്നു? പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാൻഡിഡേറ്റ് തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു വന്നത്. അപ്പോൾ അവസാന ഘട്ടത്തിലാണ് പേര് വരികയും ഏറ്റവും അവസാനം തന്നെ നോമിനേഷൻ കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ കുറച്ച് വൈകിട്ടാണ് പ്രവർത്തനങ്ങൾ തുടങ്ങിയത്, എന്നാലും നല്ല രീതിയിൽ പോകുന്നു. ഇപ്പം ഏകദേശം 5-8 ദിവസമാണ് ഉള്ളത്. അതെ, 5-8 ദിവസമേ ഉള്ളൂ. പക്ഷെ ആറ് വാർഡുകളാണ് നമുക്കുള്ളത്. മുള്ളൂർക്കര പഞ്ചായത്തിലെ 6, 7, 8, 9, 10, 11 അങ്ങനെ 6 വാർഡുകളാണ് ഉള്ളത്. ഈ 6 വാർഡുകളിലേക്ക് ഓടി എത്തുക എന്നുള്ളതാണ് മെയിനായിട്ട്. കാര്യം ആളുകളെ ഓരോരുത്തരെ കൃത്യമായി കണ്ട് എല്ലാവരുടെ അടുത്തും പരിചയം പുതുക്കിക്കൊണ്ട്, പിന്നെ ഞാൻ മുള്ളൂർക്കര പഞ്ചായത്തിലാക്കുന്ന പുതിയൊരാളല്ല, ഇവിടെ തന്നെയുള്ള ആളാണ് എന്നുള്ളത്. കഴിഞ്ഞൊരു വളരെ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ്. 25 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തുണ്ടായിരുന്നു. കുറച്ചു കാലം ജോലിയായിട്ട് സംബന്ധമായിട്ടും പുറത്തുണ്ടായിരുന്നു, പഠിപ്പുമായിട്ട് കുറച്ചു കാലം പുറത്തുണ്ടായിരുന്നു. എങ്കിലും നാടുമായിട്ട് ബന്ധം ഉണ്ടായിരുന്ന ആളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ പുറത്തൊക്കെ ഉണ്ടെങ്കിലും എല്ലാ ഇലക്ഷന്റെ സമയത്ത് പ്രവർത്തനങ്ങൾക്കൊക്കെ ഞാൻ ഇവിടെ സജീവമായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പുതുക്കക്കാരനല്ല എന്നുള്ളത് ആണ്. എങ്കിലും ഒരു ഡോക്ടർ എന്നുള്ളതെന്ന് എന്താ പറയുക, വ്യത്യസ്തമായിട്ട് ഒരു രാഷ്ട്രീയത്തിലൊരു പുതുമുഖമാണ് എന്നുള്ളതാണ് ഞങ്ങളൊക്കെ വീക്ഷിക്കുന്നത്. എങ്ങനെ ഈ ഒരു ഇതിലെത്തി, ഇങ്ങനെ ഒരു അവസരം ലഭിച്ചു? തീർച്ചയായും അങ്ങനെ പുതുമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിദ്യാർത്ഥി സംഘടനയിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത്. SFIയുടെ വടക്കാഞ്ചേരി വ്യാസ കോളേജ് യൂണിറ്റ് പ്രസിഡന്റായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു പൊതുപ്രവർത്തന രംഗത്തേക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അതുപോലെ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് പിന്നെ BAMS ജോയിൻ ചെയ്ത് പാലക്കാട്ടേക്ക് പോയപ്പോഴും അവിടെയും പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലും ചിറ്റൂർ ഏരിയ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു സ്വാശ്രയ കോളേജിനകത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ പഠിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ കുറച്ച് ഔദ്യോഗിക രംഗത്ത് കുറച്ച് സജീവമായതിൻ്റെ ഭാഗമായിട്ട്, എന്നാലും സംഘടനകൾ മുഴുവനായിട്ടും വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ തന്നെ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ AMAയുടെ ചേലക്കര ഏരിയ സെക്രട്ടറിയാണ്, തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ എല്ലാ സംഘടനകളിലും ഉണ്ട്, പൊതുപ്രവർത്തനത്തിലുണ്ട്. എല്ലാം സജീവമായിട്ട്, മുഴുവൻ സജീവമാണെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ആദ്യമായിട്ട് നേരിടുന്നത്. ഈ അവസരത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചപ്പോൾ എന്ത് തോന്നി? തീർച്ചയായിട്ടും ആദ്യം തോന്നിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഇത്രയും വലിയൊരു ചുമതല എന്നെ പോലെ ഒരു കാരണം തികച്ചും ഒരു പൊതുരംഗത്ത് ഉണ്ടെങ്കിലും അങ്ങനെ ഒരു മുഴുവനായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയല്ല. അപ്പൊ അത്രമൊരു ചുമതല ഏൽപ്പിക്കുമ്പോൾ ആദ്യം അഭിമാനമാണ് തോന്നിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇങ്ങനെ ഒരു ചുമതല വളരെ സന്തോഷം തോന്നി. തീർച്ചയായിട്ടും ഇത്രയും കാലത്തെ പ്രവർത്തനങ്ങളുടെ ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. അതിനൊരു കെൽപ്പുള്ള വ്യക്തിയാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് തോന്നിയത്. പിന്നെ അത്ര ശക്തമായിട്ട് പോവാൻ പിന്നെ പിറകിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ നേതാക്കന്മാരും സഹാക്കളും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ പറ്റുമെന്ന്. ഇപ്പൊ ഇവിടെ മുള്ളൂർക്കര ഡിവിഷൻ അല്ലെങ്കിൽ ഈ ഒരു ആറ്റൂർ ഡിവിഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഒരുപക്ഷെ ഇവിടെ ഇടതുപക്ഷ മേൽക്കോയ്മയുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണല്ലോ ഇവിടെ. അപ്പൊ ആ ഒരു ഇതിൽ വിജയപ്രതീക്ഷ എത്ര നമുക്ക്, അതായത് പ്രവർത്തകരുടെ ഇടയിൽ നിന്നും ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഡോക്ടർ? പ്രതികരണം ആസ് എ ഡോക്ടർ എന്നുള്ള രീതിയിൽ ആളുകൾ നന്നായി പ്രതികരിക്കുന്നുണ്ട്. നല്ല കാണുന്നവർക്കൊക്കെ നമ്മൾ അറിയാവുന്നതുകൊണ്ട് അവരുടെ സ്നേഹം നമുക്ക് അതിൻ്റെ മുഴുവൻ സത്തയിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ പ്രവർത്തകർ പറയുന്നത്
വെച്ചിട്ട് നമ്മുടെ കൂടെ പോയിരുന്ന ആൾക്കാർ പറയുന്ന അനുസരിച്ച് ഒരു പടി മുന്നിലാണ് പ്രവർത്തനം പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ 100% വിജയപ്രതീക്ഷ ഉണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു ഇത്തരത്തിലുള്ള മാറിയ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. എല്ലാ പാർട്ടിക്കാരും അല്ലെങ്കിൽ എല്ലാ മുന്നണികളും നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നുണ്ട്. ഇതിലൊക്കെ നമുക്ക് ഓവർകം ചെയ്തുകൊണ്ട് നമുക്ക് ഒരു വിജയപ്രതീക്ഷ അങ്ങയുടെ മനസ്സിൽ നമുക്ക് അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം കിട്ടുവാനും അതുപോലെ തന്നെ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിലായാലും ശരി എല്ലാം തന്നെ നമുക്ക് പ്രവർത്തനം കാഴ്ചവെക്കാനും ഒരു ഭരണം കിട്ടുവാനുള്ളൊരു സാധ്യത അങ്ങയുടെ മനസ്സിൽ കാണുന്നുണ്ടോ? തീർച്ചയായും കാണുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ആളുകൾക്ക് ഈ രാഷ്ട്രീയത്തിനോടൊന്നും ഒരല്പം പുച്ഛം മനോഭാവം വന്നിട്ടുണ്ടോ, എന്തിനാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു തോന്നല്. അപ്പോൾ അതും കൂടിയാണ് ഞാൻ ഈ ഇലക്ഷനിൽ നിൽക്കാൻ ആളുകൾക്ക് ഒരു ബോധവൽക്കരണം, അതായത് ഫുൾ ഒരു രാഷ്ട്രീയം എന്നുള്ളതിന് ഉപരിയായിക്കൊണ്ട് വ്യക്തികളെ തെരഞ്ഞെടുക്കുകയും പ്രവർത്തകര് അല്ലെങ്കിൽ നമുക്ക് നല്ല ഒരു കാൻഡിഡേറ്റ്സിനെ കിട്ടണം എന്നുള്ള ആഗ്രഹിക്കുന്ന, അതായത് നമുക്ക് വേണ്ടത് എന്തൊക്കെ കിട്ടും എന്നുള്ളത് രാഷ്ട്രീയത്തിന് ഉപരിയായിട്ട് ചിന്തിക്കുന്ന വലിയൊരു സമൂഹം ഇവിടെ വളർന്നു വരുന്നുണ്ട് അല്ലേ? അത് ഡോക്ടറുടെ ഒരു കാഴ്ചപ്പാട് വളരെയധികം എനിക്ക്, കാരണം ഞാനും ഈ പറയുന്ന മറ്റു പലരുമായിട്ട് അഭിമുഖം ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് ജനങ്ങൾക്ക് ചെയ്യുന്ന ആൾക്കാരെ തെരഞ്ഞെടുക്കുക എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസം ഡോക്ടർക്ക്. എങ്ങനെയാണ് ഈ ഒരു ഡോക്ടറുടെ ജോലിയും അതുപോലെ ഈ രാഷ്ട്രീയം കൂടി ഒന്നിച്ചു കൊണ്ടുപോകാനുള്ളൊരു? അത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഒരു ഇലക്ഷൻ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനാണ് സ്ഥാപനം തുടങ്ങിയത്. തൽക്കാലം ഒരു അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കാലത്ത് ഹോസ്പിറ്റലിൽ പോയി റൗണ്ട്സ് കഴിഞ്ഞാൽ പിന്നെ പ്രചരണത്തിന് ഇറങ്ങും. ഒരു ഉച്ചയോട് കൂടിയിട്ട് നമ്മൾ പ്രചരണം അവസാനിക്കും. ഉച്ചയ്ക്ക് നിന്ന് ഹോസ്പിറ്റലിൽ വന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആരെങ്കിലും ഒപ്പി ഉണ്ടെങ്കിൽ ആ സമയത്ത് അപ്പോയിൻമെന്റ് കൊടുക്കും. അത് കഴിഞ്ഞൊരു 3 മണിയോട് കൂടിയിട്ട് വീണ്ടും പ്രചരണത്തിന് ഇറങ്ങും. 8-9 മണിയാവുമ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ വന്ന് റൗണ്ട്സ് കഴിഞ്ഞ് വീട്ടിൽ. അച്ഛന്റെ കാര്യം പറഞ്ഞാൽ അച്ഛനെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയേണ്ടത്, അദ്ദേഹം CCR റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് റിട്ടയർഡ് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടറും കൂടിയാണ്. ഇവിടെ മുള്ളൂർക്കരയിൽ അതുപോലെ തന്നെ വാഴക്കോട് ഒക്കെ പ്രാക്ടീസും ഒരുപാട് ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു അച്ഛനെ ആണ്. കാരണം ഈ അച്ഛന്റെ ഒരു സഹകരണം അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള സഹകരണങ്ങളും അവരുടെ പ്രോത്സാഹനങ്ങളും എത്രത്തോളം ഡോക്ടറെ സ്വാധീനിച്ചിട്ടുണ്ട്? തീർച്ചയായും അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ അച്ഛനോട് ചോദിച്ചിട്ടാണ് കാൻഡിഡേറ്റ് ആദ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റ ഇവിടുന്ന് LC സെക്രട്ടറി ഇങ്ങനെ കാൻഡിഡേറ്റ് ആവണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ തന്നെ, അതായത് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ നേരത്തെ തന്നെ ചർച്ചയിൽ ഉണ്ടായിരുന്നു പേര്. അപ്പോൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം അച്ഛനോടാണ് ചർച്ച ചെയ്തത്. അപ്പോൾ അച്ഛനോട് ചർച്ച ചെയ്തു. അച്ഛൻ പറഞ്ഞു ധൈര്യമായിട്ട്. അച്ഛൻ്റെ ചേട്ടൻ ഒരു വലിയ രാഷ്ട്രീയ നേതാവായിരുന്നു, വെലിച്ചൻ. അദ്ദേഹം ഒരുമനയൂര് വലിയൊരു രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ പറഞ്ഞു എന്നാൽ വെല്ലിച്ചൻ്റെ പാതയാണ് ശേഖരൻ വൈദ്യര് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ശേഖരൻ വൈദ്യര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന. അപ്പോൾ വെല്ലിച്ചൻ്റെ പാത നീ തിരഞ്ഞെടുത്തു എന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, നീ അത് പോയിട്ട് മുന്നോട്ട് പോക്കുമെന്ന് പറഞ്ഞു. അച്ഛൻ്റെ ഭാഗത്തു നിന്നും അമ്മയുടെ ഭാഗത്തു നിന്നാണെങ്കിലൊക്കെ മുഴുവൻ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ വൈഫിന്റെ ഭാഗത്തുനിന്നും തീർച്ചയായും അല്ല ആ ഒരു സന്തോഷം ഡോക്ടറുടെ മുഖത്തുണ്ട്. കാരണം എല്ലാവരുടെയും സഹകരണവും ആ ഒരു പ്രോത്സാഹനവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തനങ്ങളിലും പ്രൊഫഷണൽ രംഗത്തും നമുക്ക് ശോഭിക്കാൻ സാധിക്കൂ. സംശയമില്ലല്ലോ കാര്യത്തില്. പ്രൊഫഷണൽ രംഗത്ത് ഇപ്പൊ എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ്? ഞാൻ മെയിനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലുണ്ട്, സുശ്രുത ആയുർവേദ ചികിത്സാലയം, വാഴക്കോട് അകമലയിലാണ്. അപ്പൊ അവിടെ ആണ് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മള് ഷാരസൂത്ര ക്ലിനിക് ഉണ്ട് പൈൽസിന്റെ. അപ്പൊ അത് ഹെഡ് ചെയ്യുന്നത് ഞാനാണ്. പിന്നെ ബാക്കിയെല്ലാം മൊത്തം കാര്യങ്ങൾ ചെയ്യുന്നത് ഞാനാണ്. അനിയത്തി ഉണ്ട്. പിന്നെ നിലമ്പൂര്, മഞ്ചേരി, ഒരുമനയൂര് അവിടെയൊക്കെ സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടേഷൻ, വെരിക്കോസ് വെയിന്റെ സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടേഷൻ വേറെ ഹോസ്പിറ്റലുകളിലാണ് വീക്കിലി. ഇപ്പൊ BAMS കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡോക്ടർ പ്രജീഷ എവിടെയൊക്കെയാണ് നമുക്ക് ഉപരിപഠനവും അല്ലെങ്കിൽ ട്രെയിനിങ്ങുമായിട്ട് പിന്നീട് പോയത്? രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠം ന്യൂഡൽഹിയിൽ ആണ് സ്പെഷ്യലൈസേഷൻ. ഷാരസൂത്ര എന്ന് പറയുന്ന പൈൽസിന്റെ സർജറി, ആയുർവേദിക് സർജറി, അതിന്റെ ഒരു സ്പെഷ്യലൈസേഷൻ ന്യൂഡൽഹി ബേസ് ചെയ്തിട്ടുള്ള രാഷ്ട്രീയ ആയുർവേദ വിദ്യ. ഛത്തീസ്ഗഡിൽ നിന്നായിരുന്നു ട്രെയിനിങ് ഉണ്ടായിരുന്നു, വിലായിൽ കഴിഞ്ഞു. പിന്നെ ഞാൻ വർക്ക് ചെയ്ത് ചെന്നൈയിൽ മഹാബലിപുരത്ത് ഉണ്ടായിരുന്നു കുറച്ചു കാലം. പിന്നെ ഹൈദരാബാദിൽ ഒരു ട്രാവൻകൂർ ആയുർവേദ എന്ന് പറഞ്ഞ ഒരു വലിയ ഫേമിന്റെ അതിൽ സ്പെഷ്യാലിറ്റി കൺസൾട്ടന്റ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്തിരുന്നു. പിന്നെ സൗത്ത് ആഫ്രിക്കയിലെ ജോഹനാസ്ബർഗിൽ ആദ്യം സത്യം പറഞ്ഞ കോഴ്സ് കഴിഞ്ഞ ഉടനെ ഞാൻ പോയത് സൗത്ത് ആഫ്രിക്കയിൽ ജോഹനാസ്ബർഗിൽ മെഡിക്കൽ ഓഫീസറായിട്ട്
2 ക്ലിനിക്കുകൾ, സായി കേരള എന്ന് പറഞ്ഞ 2 ക്ലിനിക്കുകൾ. ഗ്രേറ്റ്. അപ്പോൾ ഒരുപാട് എന്താ പറയേണ്ട എക്സ്പീരിയൻസും പല എന്താ പറയുന്ന രാജ്യങ്ങളിലും വർക്ക് ചെയ്തിട്ട് പല സംസ്ഥാനങ്ങളിലായിട്ട് ഒരുപാട് ഇന്ററാക്ഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. ഡോക്ടർ പ്രജേഷ്, താങ്കൾ ചെറുപ്പകാലം മുതൽ തന്നെ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഒരു SFIയിലൂടെയും വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ ഇങ്ങനെ ഒരു ഇടതുപക്ഷത്തിനൊരു ആഭിമുഖ്യം തോന്നാൻ എന്താണ് പ്രധാനമായിട്ടുള്ളൊരു കാരണം? പ്രധാനമായിട്ടും കുടുംബം ഇടതുപക്ഷ രീതിയിൽ ഉള്ള വീടുകൾ. എങ്കിലും അവര് ഉയർത്തുന്ന ഈ കാര്യങ്ങൾ, അവർ ഉയർത്തിപ്പിടിക്കുന്ന വിഷയങ്ങൾ ഇതുമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ ഒരു ഇടതുപക്ഷ അനുഭാവിയായിട്ട് മാറുന്നത്. അവർ ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പൂർണ്ണമായിട്ടും നമ്മൾ യോജിച്ചുകൊണ്ട്, കാരണം എന്താണ് അതിൽ കൂടുതലൊരു ആകർഷണം തോന്നിയിട്ടുള്ളത്? തീർച്ചയായും വളരെ സാധാരണക്കാരുടെ കൂടെ ഇടയിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ആയാലും ഏറ്റവും താഴെ കിടയുന്ന ആളുകൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനകൾ എല്ലാം തന്നെ ഉള്ളത്. അപ്പോൾ ഏറ്റവും എന്താ പറയുക, ഏറ്റവും ക്ഷീണിതനും ഏറ്റവും പാവപ്പെട്ട ആൾക്കാരുടെ ഉന്നമനമാണ് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ അതിലൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതില് അച്ഛനും ഫാമിലിയും എല്ലാവരും ആ ഒരു അനുഭവമുള്ള ആളുകളാണ്. ഞാൻ പറഞ്ഞല്ലോ വെല്ലിച്ചന്റെ കാര്യം, ഇതിനൊക്കെ ഒരുപാട് കാലം ഇതായിട്ടൊക്കെ ഉണ്ടായിരുന്നതാണ്. ഞാൻ എന്റെയൊക്കെ ചെറുപ്പത്തിൽ മരിച്ചു, പക്ഷെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ആ വക ചില മോട്ടിവേഷൻസും അതുപോലെ തന്നെ ചില തീർച്ചയായിട്ടും. പിന്നെ അമ്മ ചെറുപ്പത്തിൽ സ്കൂളിലാണ് പഠിപ്പിച്ചിരുന്നത്. അന്നൊക്കെ സ്കൂൾ രാഷ്ട്രീയം ഭയങ്കര സജീവമായിരുന്ന കാലഘട്ടം. അപ്പൊ ഞാൻ വേറെ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ ഞാനൊക്കെ വളരെ ചെറിയ കുട്ടിയായിരിക്കും. അന്ന് അമ്മ പഠിപ്പിച്ചിരുന്ന ചേട്ടന്മാര് അവരൊക്കെ സൈക്കിളിൽ കൊടിയൊക്കെ വെച്ച് അന്ന് എന്നെയൊക്കെ കൊണ്ടുപോകുമ്പോ ഈ വിപ്ലവ ഗാനങ്ങൾ പാടിയിട്ടാണ് ഞങ്ങൾ സൈക്കിളിൽ പോയിരുന്നത്. അപ്പൊ അതൊക്കെ അന്ന് അവരൊക്കെ ഇപ്പൊ ചെറുപ്പത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു നമ്മള് എവിടെയാണ് എന്താണെന്നുണ്ടെങ്കിൽ അതിലൂടെയാണല്ലോ വളർന്നത്. അതെ, തീർച്ചയായിട്ടും അത് വലിയൊരു വിഷനാണ് അതുള്ളത്. ഇനി അങ്ങയുടെ ഒരു വിഷൻ, ഇപ്പൊ താങ്കൾ ഒരു ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാമാണ് ജനങ്ങൾക്ക് നമുക്ക് ഒരു സ്ഥാനാർത്ഥിയാവുമ്പോൾ ഇടതുപക്ഷത്തിനായ കാഴ്ചപ്പാടുണ്ട്. വ്യക്തിപരമായിട്ട് നമുക്ക് എന്തെല്ലാം നമുക്ക് ഈ ഒരു മണ്ഡലത്തിൽ അതുപോലെ തന്നെ ഈ ആറ്റൂർ ഡിവിഷനിൽ താങ്കൾ പ്രവർത്തിക്കുവാൻ സന്നദ്ധനാണ്? ആറ്റൂർ ഡിവിഷനിൽ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ബ്ലോക്കില് ചെയ്തു വന്നിട്ടുള്ള പ്രവർത്തികളെല്ലാം മുഴുമിപ്പിക്കുക. അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. കാരണം പല കാര്യങ്ങളും നമ്മൾ പ്രൊജക്റ്റൊക്കെ വലിയ ഇതിൽ കൊണ്ടുവരും, അത് കഴിഞ്ഞ് പകുതി എത്തുമ്പോൾ അത് അവിടെ നിന്നു. അപ്പൊ മുൻകാലങ്ങളിൽ ചെയ്തു വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ആദ്യം മുഴുമിപ്പിക്കുക. പിന്നെ ഫണ്ടുകൾ ലാപ്സ് ആവാതെ നോക്കുക എത്രയും. കാരണം ബ്ലോക്ക് പഞ്ചായത്തിലെ ഒരു ബ്ലോക്ക് മെമ്പറുടെ ഒരു ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിനെ ബാക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതെ, ബ്ലോക്ക് പഞ്ചായത്തിന് പ്രത്യേകിച്ച് ഫണ്ടുകളൊന്നുമില്ല. ഫണ്ടുകളുണ്ട്, അത് ഗ്രാമപഞ്ചായത്ത് എന്തൊക്കെയാണോ ചെയ്യുന്നത് അതിനെ ബാക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട്. അപ്പോൾ അതിനെ സഹായിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ, അതാണ് അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഫണ്ടുകൾ വിനിയോഗിക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് എൻ്റെ വാർഡുകളിൽ ഒരുപാട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുണ്ട്. അപ്പൊ SC വിഭാഗങ്ങൾക്ക് ഒരുപാട് ഫണ്ടുകളുണ്ട്. പലതും ഒരു 60% ഫണ്ട് യൂട്ടിലൈസ് ആവാതെ പോവുകയാണ്, അപ്പൊ ലാപ്സ് ആയി പോവുകയാണ്. അപ്പൊ അതിനെ മാക്സിമം വിനിയോഗിച്ചിട്ട് വലിയ നല്ല പദ്ധതികൾ രൂപീകരിച്ച് അത് ആളുകളിലേക്ക് എത്തിക്കുക. പട്ടികജാതി പട്ടികവർഗ ഈ വിഭാഗങ്ങളിലുള്ള ഒരുപാട് ഉന്നതികളുണ്ട് അവിടെ. അപ്പൊ അവിടേക്കെല്ലാം വൈദ്യുതി, റോഡ്, അതുപോലെ കുടിവെള്ളം ഈ 6 മുതൽ 11 വരെയുള്ള വാർഡുകളിൽ ഒരു 3-4 വാർഡുകളിൽ കുടിവെള്ള പ്രശ്നം ഇപ്പോഴും ഒരു വലിയ വിഷയം മുഴുവനായിട്ട് പരിഹരിച്ചു. ഡോക്ടർക്ക് ഇപ്പൊ എന്തൊക്കെയാണ് ഇവിടെ ഇപ്പൊ ഈ ഒരു പ്രദേശത്ത് നമുക്ക് ഇനി വികസന പ്രവർത്തനങ്ങൾ എത്തിക്കണം എന്നുള്ള ഒരു, കാരണം അത് പഠിക്കുമല്ലോ നമ്മൾ ആ ഒരു വിഷയത്തിനെ സംബന്ധിച്ചുള്ള, എന്തൊക്കെയാണ് ഡോക്ടറുടെ മനസ്സിലുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ ഉന്നതികളിലേക്ക് എല്ലാം റോഡ് സൗകര്യങ്ങളും വെള്ളവും ആദ്യം എത്തിക്കുക എന്നുള്ളതാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ബ്ലോക്ക് ഈ ഡിവിഷനകത്ത് വരുന്ന ഒരു പ്രശ്നമാണ് മാൻ ആൻഡ് വൈൽഡ് കോൺഫ്ലിക്റ്റ്, കാട്ടാന ശല്യം പോലെ. അതായത് അത് നമുക്ക് ബ്ലോക്കിൽ ഒരു പരിധി ഉണ്ട്, അത് നമ്മുടെ ഇതിൽ വരുന്ന ലിസ്റ്റിൽ വരുന്ന കാര്യമല്ല, സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യം. പക്ഷേ എങ്കിലും MLA ഫണ്ട് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ഇപ്പൊ ഈ 3 വാർഡുകളാണ്, 8
9, 10 ഈ 3 വാർഡുകളിലാണ് കാട്ടാന ശല്യം ഉള്ളത് ഈ ഡിവിഷനിൽ. അപ്പൊ അതില് ഇപ്പൊ ഓൾറെഡി അലാറം പോലുള്ള സംവിധാനങ്ങൾ ഉണ്ട്. പക്ഷെ ആന അതിനേക്കാൾ ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ ഒരു പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. പക്ഷെ ആന അതിനേക്കാൾ മിടുക്കന്മാരാണ്. അതിന്റെ റേഞ്ചിന്റെ അപ്പുറത്തും കൂടെയാണ് ഈ ആന വരുന്നത്. അപ്പൊ അതിനൊരു ശാശ്വതമായ പരിഹാരം കാണാൻ ബ്ലോക്ക് തലത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ? കാരണം ഇത് നമുക്ക് മുഴുവനായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അത് കേന്ദ്ര നിയമങ്ങൾ അതിന് അമെൻഡ് ചെയ്തിട്ട് നമുക്കൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിയുള്ളൂ. പക്ഷെ അതിന് വേണ്ട സമ്മർദ്ദം നമുക്ക് ഇവിടുന്ന് ചെലുത്താൻ കഴിയും. അപ്പോ അത് ഇവിടുന്ന് ചെലുത്തി നമ്മുടെ വനവകുപ്പ് മന്ത്രിക്ക് കൃത്യമായിട്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ, കാരണം അത് വടക്കാഞ്ചേരി ബ്ലോക്കില് ഇവിടെ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലും ഉണ്ട്. എളനാട് ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട്. അത് എന്റെ ബ്ലോക്ക് അല്ലെങ്കിലും എന്റേതല്ലെങ്കിലും പഴയ ബ്ലോക്കിലാണ് വരുന്നത്. അതുപോലെ തന്നെ വരവൂര് ഭാഗത്ത് കാട്ടാനശല്യം അല്ലെങ്കിലും മറ്റ് കൃഷി നാശം ഉണ്ടാക്കുന്ന വന്യജീവികളുടെ ശല്യങ്ങളുണ്ട്. ദേശമംഗലം, വരവൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. അതുപോലെ കാട്ടാനശല്യം വാഴാനി ഭാഗത്ത്, ഇവിടെ ആറ്റൂര് ഭാഗത്ത് അതാണ് ഈ 10ാം വാർഡ് എന്ന് പറയുന്നത്. 10ാം വാർഡ് എന്ന് പറയുന്നത് ഈ 11 ഡിവിഷനിലാണ്, ഈ ആറ്റൂർ ഡിവിഷനിൽ വരുന്നത്. അപ്പൊ ഇതിനൊരു ബ്ലോക്ക് പ്രതിനിധി എന്നുള്ള രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതിന്റെ മാക്സിമം അത് ചെയ്യാനാണ്. അതിനിടയ്ക്ക് ഡോക്ടർ പറയണ്ടായി പട്ടികജാതി ഇവരുടെ ആ ഒരു വിഭാഗത്തിന്റെ ഉയർച്ചയും ഇതിനെ സംബന്ധിച്ച് താങ്കളുടെ ഒരു അവലോകനം. കാരണം നമ്മുടെ ഭാരതം അല്ലെങ്കിൽ അന്ന് മുതലേ നമുക്ക് ഈ പറയുന്ന ഇവർക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇവരുടെ തൊഴിൽ സംരക്ഷണം, അതോടൊപ്പം തന്നെ അവരുടെ അടിസ്ഥാന വികസനം, അതായത് അവരുടെ ഇമ്പ്രൂവ്മെന്റ്, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ വീട് മുതലായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് മോട്ടിവേഷനും സംവരണവും നമ്മൾ നൽകിയ പോലെ ഇപ്പോഴത്തെ അവരുടെ ഒരു അടിസ്ഥാന വർഗത്തിന്റെ അവരാണ് നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള വിഭാഗം. ഇവരുടെ ഉന്നതിയെ കുറിച്ച് താങ്കളുടെ ഒരു വിഷൻ എന്താണ്? ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പൂർണ്ണമായിട്ട് എത്താൻ സാധിച്ചിട്ടില്ല. ആ ലക്ഷ്യം അത് ഒരു അതില് രാഷ്ട്രീയപരമായിട്ട് അല്ലാതെ തന്നെ ഒരു സോഷ്യൽ ഒരു പ്രശ്നം കൂടി അവിടെ ഉണ്ട്. ഒരു ചെറിയ ഒരു സ്പർദ്ധ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു അകൽച്ചയുണ്ട്. അത് നമുക്ക് അത് കുറച്ച് കൊണ്ടുവന്നിട്ട് വേണം ചെയ്യാൻ. അതിനേക്കാൾ ഉപരി നമ്മൾ ബ്ലോക്ക് തലത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്യാന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസത്തില് ഈ വിഭാഗത്തിലുള്ള ആളുകൾ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പൊ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഇത്തരം ആളുകളിലേക്ക് എത്തിക്കുക. അല്ല, ഈ ജനവിഭാഗം മാത്രമല്ല, അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ ഇപ്പോ നമുക്ക് പഠിപ്പുണ്ട് പക്ഷെ ജോലിയില്ലാത്ത, അപ്പൊ അതിനുള്ള ട്രെയിനിങ് ഇതുകളെല്ലാം നടത്തുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഓൾറെഡി ഇപ്പൊ ട്രെയിനിങ്ങുകൾ, വൊക്കേഷണൽ ആയിട്ടുള്ള ട്രെയിനിങ്ങുകളും അല്ലാത്ത ട്രെയിനിങ്ങുകളും ഒക്കെ നമ്മൾ ബ്ലോക്ക് വഴി ചെയ്യുന്നുണ്ട്. അതിനെല്ലാം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നമ്പർ കൂട്ടുക, അത് ഏറ്റവും കൂടുതൽ ഉള്ള രീതിയിൽ മുഴുവൻ ആളുകൾക്ക് എത്തിക്കുന്ന രീതിയിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും. വലിയൊരു ആശയമാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. കാരണം അഭ്യസ്തവിദ്യരായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ഈ അടിസ്ഥാന വിഭാഗത്തിലുള്ള ആൾക്കാരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുക, അവർക്ക് തൊഴിൽ സംരംഭം, അത് നല്ലൊരു വിഷനാണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒരു കാൻഡിഡേറ്റിന്റെ അടുത്ത് നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്, ഇങ്ങനെ ഒരു വിഷൻ. മറ്റു പലരും രാഷ്ട്രീയവും അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് കൂടുതൽ സംസാരിച്ചത്. ഡോക്ടർ എന്നുള്ളൊരു ഉപരിയായിക്കൊണ്ട് താങ്കൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലെവലിലുള്ള ഒരു വലിയ വിഷൻ താങ്കളുടെ മനസ്സിലുണ്ട്. എന്തായാലും അത് പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് ആശംസിക്കുകയാണ്. ഇനി ഞാൻ ഡോക്ടർ പ്രഭാകറിലേക്ക് കിടക്കുകയാണ്. മകന് ഇങ്ങനെ ഒരു ഒരു അവസരം വന്നിരിക്കുകയാണ്, എന്ത് തോന്നുന്നു? സത്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നേടാൻ പറ്റാത്തത് എൻ്റെ മകനിലൂടെ നേടുക എന്നുള്ളത് ഏതൊരു അച്ഛൻ്റെയും ഏതൊരു പിതാവിൻ്റെയും മാതാവിൻ്റെയും ആഗ്രഹമാണ്. അപ്പോൾ എന്നിൽ കൂടി എൻ്റെ മകൻ അറിയുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം മകനിൽ കൂടി ഞാൻ അറിയപ്പെടുക എന്നുള്ളത്, മകൻ്റെ അച്ഛനാവുക എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി എന്നുള്ളതുകൊണ്ട് അതിന്റെ പാർട്ടി അവൻ കേപ്പബിൾ ആയതുകൊണ്ടായിരിക്കണം പാർട്ടി ഇത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇവനും ചില രാഷ്ട്രീയ ആളുകളും വന്ന് ഇവനെ കാൻഡിഡേറ്റ് ആയിട്ട് നിർത്തില്ല എന്നല്ല, ഞാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു ധാരണ പാർട്ടിയിലെ ചില ആളുകൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പാർട്ടിയിലെ ചില ആളുകൾ, എനിക്ക് വേണ്ടപ്പെട്ട ആളുകൾ എന്നെ വന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അവനങ്ങനെയാണ് താല്പര്യം ചിന്തിച്ചെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ട്. കാരണം അവൻ ചെയ്യുന്ന ജോലിയും
ഒരു സോഷ്യൽ വർക്കാണ്, അല്ലെങ്കിൽ സർവീസാണ്. ഡോക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ എന്നുള്ള സർവീസാണ്. അതിനേക്കാൾ കുറച്ചും കൂടി ജനങ്ങളിലേക്ക് ഇടപഴകാനും ഇറങ്ങിച്ചെല്ലാനും പറ്റിയ മാർഗമാണ് പൊളിറ്റിക്സ്. അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയാണ് വെച്ചെങ്കിൽ പ്രഭാരൻ ഡോക്ടറുടെ മകനല്ല, പ്രജീഷ് ഡോക്ടറുടെ അച്ഛനാണ് എന്നറിയാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഒരുപാട് സന്തോഷം. കാരണം അച്ഛനിൽ നിന്നുള്ള ഒരു വാക്ക് തന്നെ ഡോക്ടർക്ക് വലിയൊരു പ്രചോദനമാണ്. കാരണം ഇങ്ങനെ ഒരു അച്ഛനെ എന്താ പറയണ്ട, അച്ഛന്റെ, കാരണം അച്ഛന്റെ പാരമ്പര്യത്തിലാണ് ആയുർവേദം എന്ന് പറയുന്ന, നിങ്ങള് സഹോദരി ആയുർവേദ ഡോക്ടർ തന്നെയാണല്ലോ. വൈഫ് എന്ത് ചെയ്യുന്നു? വൈഫ് ഹോമിയോ ഡോക്ടറാണ്. ഹോമിയോ BHMS തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞു, MD കോഴിക്കോട് നിന്ന് കഴിഞ്ഞു. ഇപ്പോൾ ദേശമംഗലം ഹോമിയോ ഡിസ്പെൻസറിയിൽ മെഡിക്കൽ ഓഫീസറാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് PSc കിട്ടിയത്, മെഡിക്കൽ ഓഫീസറായിട്ട് ജോയിൻ ചെയ്ത് ഇപ്പോൾ ദേശമംഗലത്ത്. വൈഫിന്റെ ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? വൈഫിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫിന്റെ വീടും ഏകദേശം മലപ്പുറത്താണ്, മഞ്ചേരിയാണ്. ഒരു ഇടതുപക്ഷ അനുഭാവ കുടുംബമാണ്. അവരെല്ലാവരും ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ്. പക്ഷെ വൈഫ് ജനിച്ചതൊക്കെ ദുബായിലാണ്, അച്ഛൻ ദുബായിലായിരുന്നു, അവിടെയായിരുന്നു. അപ്പം അങ്ങനെ പ്രവർത്തന പരിചയമൊന്നും ഇല്ലെങ്കിലും വൈഫ് ആ ഒരു ഫാമിലിയിൽ വളർന്നു വന്നതാണ്. കോളേജിലും SFI ആയിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പൊ ഇന്നിപ്പോ തന്നെ കാലത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനും. അപ്പൊ ഇന്നിപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 9 മണിക്ക് ആൾക്ക് ഡ്യൂട്ടിക്ക് എത്തണം. അപ്പൊ ഒന്ന് ആള് ക്യാരിയിങ് ആണ്, അപ്പൊ അത് കൊണ്ടുവിടേണ്ട ഒരു കാര്യം. അപ്പൊ വേറെ ഇതുകളൊന്നുമില്ല, ചെയ്യുന്ന എല്ലാ കാര്യത്തിനും. നമ്മള് ലേറ്റായി വന്നാൽ തന്നെ അത് അതൊരു പ്രശ്നം ആക്കി എടുക്കാറില്ല എല്ലാ കാര്യത്തിലും. അപ്പൊ ഈ ഇടതുപക്ഷത്തിന്റെ ഒരു സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇനി ഇറങ്ങാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇതിലെ പ്രധാനമായിട്ട് നമ്മുടെ ഇവിടുത്തെ MLA UR പ്രദീപ്, അതുപോലെ തന്നെ MP, അതുപോലെ തന്നെ ഇടതുപക്ഷത്തിലെ ഒരുപാട് സമുന്നതരായ നേതാക്കന്മാര് സംഭാവന ചെയ്തിട്ടുള്ളതാണ് ഈ ചേലക്കര മണ്ഡലം എന്ന് പറയുന്നത്. ഇവരൊക്കെ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻസും ബന്ധങ്ങളും എങ്ങനെയൊക്കെയാണ്? എല്ലാവരെയും അറിയാം, പരിചയമുണ്ട്. കാരണം ഇനി അവരുടെയൊക്കെ സഹകരണവും നമുക്ക് വേണ്ടി വരും. രാധേട്ടനെ ആയിട്ടാണെങ്കിലും രാധേട്ടനൊക്കെ ആയിട്ട് വളരെ, എനിക്ക് തോന്നുന്നത് 96 ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രാധേട്ട ആദ്യമായിട്ട് ഇവിടെ MLA ആയിട്ട് മന്ത്രിയായിട്ട് വരുന്നത്. അപ്പൊ തൊട്ട് രാധേട്ടനെ അറിയാം. പിന്നെ അമ്മ സ്കൂളിലെ ടീച്ചറായിരുന്നു, HM ആയിട്ടാണ് റിട്ടയർ ആയത്. അപ്പൊ എപ്പോഴും ഇവരൊക്കെ ആയിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. പ്രതിവേട്ടനായിട്ടാണെങ്കിലും അതെ, പ്രതിവേട്ടൻ ദേശമംഗലത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഞാനന്ന് അവിടെ കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ദേശമംഗലത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ വൈഫ് ദേശമംഗലം ഡിസ്പെൻസറിയിലാണ് മെഡിക്കൽ ഓഫീസറായി വർക്ക് ചെയ്യുന്നത്. അപ്പൊ പ്രതിഭന്റെ വീടിന്റെ അടുത്താണ്. അപ്പൊ നല്ല റിലേഷനിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും ഇവര് രണ്ടുപേരുടെയും പ്രത്യേകത, രാധേട്ടനാണെങ്കിലും പ്രതിഭേട്ടനാണെങ്കിലും പ്രത്യേകത അപ്രോച്ചബിൾ ആണ്. അപ്പോ നമുക്ക് എപ്പോ വേണമെങ്കിലും ഒരു കാര്യം ചോദിക്കാം. ഇനി നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റാണെങ്കിൽ പോലും അത് അവർ ക്ലിയർ ചെയ്ത് തരുന്ന ഒരു ഇതാണ്. ജാടകളില്ലാത്ത, അല്ല അത്തരത്തിലുള്ള എന്താ സമുന്നതരായിട്ടുള്ള ജനകീയ നേതാക്കന്മാരാണ് അവരൊക്കെ. അപ്പൊ അവരൊക്കെ ആയിട്ട് സഹകരണവും സഹവർത്തിത്വവും ഒക്കെ എപ്പോഴും ഈ പൊതുപ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് ഇടതുപക്ഷ ഒരു കാൻഡിഡേറ്റ് ആയ സ്ഥിതിക്ക് ഇനിയും ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു സഹകരണം കൊണ്ട് തന്നെ താങ്കൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള രീതിക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ഞാൻ എല്ലാവരും ഡോക്ടർ ഒരു കുടുംബമാണ്, ഒരു കൂടുതൽ ഭൂരിഭാഗം ഇവിടെ ഡോക്ടർമാരുണ്ട്. ആരോഗ്യ മേഖലയിലേക്ക് വേണ്ടി ഇവിടെ നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഇനി ചെയ്യാനുള്ള, കാരണം ഞാനൊരു വിഷനാണ്, കാരണം ആരോഗ്യ കാര്യങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തി കൂടെയാണല്ലോ. എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യാനുള്ള ഒരു വിഷൻ താങ്കളുടെ മനസ്സിലുണ്ടോ? ആരോഗ്യ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മാൽ ന്യൂട്രീഷൻ പോലുള്ള കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാൻ കഴിഞ്ഞിട്ടില്ല. പോഷകാഹാര കുറവ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നമുക്ക് ഓൾറെഡി ബ്ലോക്കിലുണ്ട്. അപ്പൊ അതിനെ കുറച്ചും കൂടി സജീവമാക്കുക. പിന്നെ നമുക്ക് ഈ വനത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളുണ്ട്, അവിടെ നമുക്ക് ആയുർവേദ സസ്യ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന പ്രോജക്റ്റുകൾ നമുക്ക് കൊണ്ടുവരാം. അത് നമ്മുടെ ആളുകൾക്ക് അത് കൃഷിയായിട്ട് ചെയ്ത് വനവിഭവങ്ങളായിട്ട് നമുക്കത് വിപണനം ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ആയുർവേദ രംഗത്തെ ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന ഒരു കാര്യമാണ് റോ ഡ്രഗ്സിന്റെ അഭാവം. അപ്പൊ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നമുക്ക് വീടുകളിലാണെങ്കിലും, അല്ല നമുക്ക് ഇവിടെ വനമുണ്ടല്ലോ, വനത്തില് ആയുർവേദ കൃഷി ചെയ്യാനുള്ള പ്രൊജക്ടുകളുണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. പിന്നെ ഇവിടെ കാഞ്ഞിരശ്ശേരി ആയുർവേദ ഡിസ്പെൻസറി
ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ തന്നെ ഉണ്ട് ഈ ഡിസ്പെൻസറി ഹോസ്പിറ്റലായിട്ട് ഉയർത്താനുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതിനുള്ള സ്ഥലം ഓൾറെഡി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി സ്ഥലമുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. അതൊന്നും ബ്ലോക്കിന്റെ കീഴിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അപ്പോ അത് നല്ലൊരു പദ്ധതിയാണ്. കാരണം അവിടെ ഇത്രയും സ്പേസും സ്ഥലങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു ഹോസ്പിറ്റലായിട്ട് ഉയർത്തി കഴിഞ്ഞാൽ അത് ആളുകൾക്ക് നല്ല, കാരണം പല ഡിസ്പെൻസറികൾക്കും സ്ഥലമില്ല. അതുകൊണ്ട് അതിനെ ആശുപത്രിയായിട്ട് ഉയർത്താനോ ഒന്നും കഴിയുന്നില്ല. അപ്പൊ അതിന്റെ സ്ഥലം കാര്യങ്ങൾ ഉള്ളത് കൊണ്ടും അതിനൊരു പ്രൊജക്ട് ഉള്ളത് കൊണ്ടും അതിന് വേണ്ട നടപടികൾ എന്തായാലും ഒരു ആയുർവേദ ഡോക്ടർ കൂടി ആയതുകൊണ്ട് അത് ചെയ്യാൻ എനിക്ക്, കാരണം ഇന്ന് ആയുഷിനെ സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയുഷിനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഒരു കാലഘട്ടമാണ്. നമുക്ക് മാക്സിമം അതിന് യൂട്ടിലൈസ് ചെയ്യാനും നിങ്ങൾ ഫണ്ട് അനുവദിച്ചു തരാൻ നിങ്ങൾ പ്രൊജക്ട് ഇടൂ എന്നുള്ളതാണ് ആയുഷൊക്കെ സ്വാഭാവികമായിട്ടും പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പ്രൊജക്ട് നല്ലൊരു വിഷനാണ് ആ ഒരു വിഷയത്തിലുള്ളത്. ഇനി ഞാൻ പ്രജീഷിനോട് ചോദിക്കട്ടെ, ഇപ്പൊ കാൻഡിഡേറ്റ് ആയി ഇനി നമ്മൾ ഒരു ജയിച്ച് വരണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. കാരണം 11-ാം തീയതിക്ക് ശേഷമാണ് നമ്മൾ ജനവിധി എന്നുള്ളത്. അത് വലിയൊരു കടമ്പ തന്നെയാണ്. ഇത് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് പ്രധാനമായിട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സമ്മതിദായകരോട് 2 വാക്ക്. പ്രധാനമായിട്ടും ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 വർഷം മുഴുവനായിട്ട് ജനങ്ങൾക്കൊപ്പം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. കാരണം പലരും 5 വർഷം എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവാത്തൊരവസ്ഥ ഉണ്ട്. അതെന്തായാലും ഉണ്ടാവില്ല. 5 വർഷം ജനങ്ങൾക്കൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ചെയ്യാൻ ഉള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്കിൽ നിന്ന് വരുന്ന ഒരു പദ്ധതികളും ലാപ്സ് ആവാതെ നമ്മൾ മുഴുവനായിട്ട് 100% ആളുകളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും. തീർച്ചയായും. കാരണം നമ്മൾ ഒരു ഡോക്ടർ എന്നുള്ളൊരു ഉപരിയൊക്കെ ഉണ്ട്. ഡോക്ടർ ഇപ്പോഴും തന്നെ ഈ പറയുന്ന ഒരു മനുഷ്യ മനസ്സിനെ തിരിച്ചറിയുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ജനഹൃദയങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഡോക്ടറായിട്ട് ഇത്രയും നേരം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചുള്ളത്. വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് പല സ്ഥാനാർത്ഥികളോടും ചോദിക്കുമ്പോൾ അവർ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണെങ്കിലും താങ്കൾ ആരോഗ്യം, അതുപോലെ തന്നെ ഇപ്പോൾ വന്യജീവിയുടെ ആക്രമണം സംബന്ധിച്ച് അടിസ്ഥാന വർഗത്തിന്റെ വികസനം തുടങ്ങിയ ഒരുപാട് വിഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന സ്ഥിതിക്ക് ഒരുപാട് മേഖലയിൽ താങ്കൾ സഞ്ചരിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും താങ്കളുടെ ഈ ഒരു സ്ഥാനാർത്ഥിത്വം വൻ വിജയമാവട്ടെ. താങ്കൾക്ക് ഇനിയും വലിയ വലിയ അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു ഞങ്ങളോട് സഹകരിച്ചതിനും താങ്കളുടെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചതിനും. ഇനി നമുക്ക് വീട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ? ഇതാണ് ഡോക്ടർ പ്രജീഷിന്റെ ഫാമിലി. ഡോക്ടർ പ്രഭാകരൻ, അമ്മ, വൈഫ്, സിസ്റ്റർ, ഇവര് 2 പേരും ഡോക്ടേഴ്സാണ്. ഇതും ഒരു ഡോക്ടർ തന്നെയാണ്. ഇത് റിട്ടയർഡ് ആയിട്ടുള്ള HM ആണ്. അമ്മ, എന്ത് തോന്നുന്നു? മകന് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചു. മകൻ ശോഭിക്കുന്നു, വിശ്വസിക്കുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ കുറച്ച് നേതാവൊക്കെ ആയിരുന്നു. ഇപ്പോഴും നാട്ടുകാർക്ക് വളരെ ജനപ്രിയനാണ്. അമ്മയിൽ നിന്ന് നല്ലൊരു കോംപ്ലിമെന്റ് ആണല്ലോ കിട്ടിയിട്ടുള്ളത്. എല്ലാവരും പ്രജീഷ് ഡോക്ടർ എല്ലാവരും എവിടെ വിളിച്ചാലും വരുന്നുള്ള ഒരു ഇതുണ്ട്. എന്തായാലും നല്ലൊരു വിജയ പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും. ഇത് ഡോക്ടർ വിദ്യ, ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസറാണ്. എന്ത് തോന്നുന്നു ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചപ്പോ? സന്തോഷം, ജയിച്ചു വരട്ടെ. എങ്കിലും നമുക്ക് ഉണ്ടാവുമല്ലോ ഹസ്ബൻഡിനെ കുറിച്ചുള്ള തോന്നിയിട്ടുണ്ട്. ജനങ്ങളുടെ ഇടയിൽ ഇനി ഇറങ്ങി പ്രവർത്തിച്ച് ജനങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യാനുള്ളൊരു
കാലിബർ ഉണ്ട് തോന്നി. അതിൽ ഫുൾ സപ്പോർട്ട് ഉണ്ടാവില്ലേ? അതെ. അച്ഛനെ അച്ഛന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അച്ഛന്റെ ഫോട്ടോ കൂടെ വന്നിട്ടില്ലേ, ഫ്ലെക്സ് ഒക്കെ? അപ്പൊ സ്കൂളിൽ ടീച്ചർമാരോടും കുട്ടികളോടൊക്കെ പറഞ്ഞോ? പറയണ്ടേ ഇനി? വോട്ട് ചെയ്യണമെന്ന് പറയാറില്ലേ? അപ്പൊ ഇനി പറയണം. അച്ഛനെ എല്ലാരും വോട്ട് ചെയ്യണം, വിജയിപ്പിക്കണം എന്ന് കേട്ടോ. ഇതും ഒരു ഡോക്ടർ തന്നെയാണ്, ഇവരുടെ സിസ്റ്ററാണ് ഡോക്ടർ രചന. എന്താണ് പറയാനുള്ളത്? എന്തായാലും നല്ല രീതിയിൽ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങി നല്ല രീതിയിൽ ശോഭിച്ചു വരും തന്നെയാണ് വിശ്വാസം. എന്തായാലും നല്ല ഭൂരിപക്ഷത്തോടു കൂടെ തന്നെ ബ്ലോക്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു. കോഫി വിത്ത് കാൻഡിഡേറ്റ്സ് എന്ന ഈ ഒരു സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇന്ന് ഡോക്ടർ പ്രജേഷിന്റെ കൂടെയായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. മറ്റൊരു ദിവസം മറ്റൊരു കാൻഡിഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.